dear children. Welcome all of you to the first session of our class, Engineering Drawing 3, Standard 10, Session 1. In the last 9th standard, we have different types of projections we have discussed. Different terms related to projections are also discussed. Projector, projection, plane of projection, object, image. These types of terms we have studied in detail. ഈ വർഷം നമ്മൾ അതിലേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു വന്ന ഒന്ന് രണ്ട് ടേംസിന്റെ ഡെഫിനിഷനിൽ നിന്ന് വേണം നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് തുടങ്ങാൻ. അപ്പൊ പുതിയ ചാപ്റ്ററിന്റെ പേര് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ അതിന്റെ ഇമേജ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ സംബന്ധിക്കുന്ന അതിന്റെ പർട്ടിക്കുലേഴ്സ് അല്ലെ പെക്യുലാരിറ്റീസ് നമുക്ക് എങ്ങനെ ഒരു പ്ലെയിൻ സർഫസിൽ നമുക്ക് വരയ്ക്കാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് മൾട്ടി വ്യൂ എന്ന പ്രൊജക്ഷന്റെ ചാപ്റ്ററിന്റെ പ്രധാന ഉദ്ദേശം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഒരു സ്പേസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കാണുന്നത്, ഏതും ആയിക്കോട്ടെ ഒരു ഒബ്ജക്റ്റ്. പക്ഷെ നമ്മൾ വരയ്ക്കുന്ന പേപ്പർ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്. പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? ഒരു 2 ഡയമെൻഷണൽ സർഫസ് ആണ്. അപ്പൊ നമുക്ക് മൂന്നാമതൊരു ഡയമെൻഷൻ കൂടി അതിനകത്ത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കുത്തി അകത്തേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല എന്ന് ചുറ്റും. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് let us go through the different terms related to projection first. First one is what is meant by projection. ഇപ്പോൾ ഈ വർഷം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രൊജക്ഷൻ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്ട് അല്ലെ, ത്രോൺ അപ്പോൺ എ പിക്ചർ പ്ലെയിൻ ബൈ മീൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഓർ വിഷ്വൽ ലൈൻസ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആണ്, ഒരു സിംബലാണ് അല്ലെ. ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു അതിന്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിംബലാണ്, റെപ്രസെന്റേഷൻ ആണ്. എന്തിനെ? ത്രോൺ അപ്പോൺ എ പിക്ചർ പ്ലെയിൻ ബൈ മീൻസ് ഓഫ് വിഷ്വൽ റേസ് ഓർ സ്ട്രെയിറ്റ് ലൈൻസ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി വാട്ട് ഈസ് മീൻ ബൈ പ്രൊജക്ടേഴ്സ്? പ്രൊജക്ടേഴ്സ് അല്ലെ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ടേഴ്സ് ആർ സ്ട്രെയിറ്റ് ലൈൻസ്. എവിടെ വരയ്ക്കുന്നത്? ഡ്രോൺ ഫ്രോം ദി പോയിന്റ് ഓർ കോണ്ടൂർ ഓഫ് ദ സർഫസ് ഓഫ് ആൻ ഒബ്ജെക്ട് ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. സർഫസിൽ നിന്ന് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക്, അതായത് ഒബ്ജക്റ്റിന്റെ സർഫസിൽ നിന്ന് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് അല്ലെങ്കിൽ വിഷ്വൽ റേസിന് പറയുന്ന പേരാണ് പ്രൊജക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം ബോർഡിൽ ഒരു സിമ്പിളായിട്ട്. ഓക്കെ, സിസ്റ്റംസ് ഓഫ് പ്രൊജക്ഷൻസിന് നമ്മൾ മുമ്പായിട്ട് വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് പ്രൊജക്ഷൻ നമ്മൾ പറഞ്ഞ ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്രൊജക്ടേഴ്സ്, ഇമേജ്, പ്ലെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇത്രയാണ് അല്ലെ, ഇതാണ് എലമെന്റ്സ്. വാട്ട് ആർ ദ എലമെന്റ്സ്? ഒബ്സർവർ, ഒബ്ജക്റ്റ്, അതായത് ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒബ്സർവർ നോക്കുമ്പോൾ പാരലായിട്ട് നോക്കണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. അതോടെ അതിന്റെ കോണ്ടൂറിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ സർഫസിൽ നിന്ന് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന പാരലൽ ലൈൻസിനെയാണ്, സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രൊജക്ടേഴ്സ് ഒരു ഇമേജ് ആയിട്ട് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ പതിക്കുകയാണ്. അപ്പൊ അവിടെ കിട്ടുന്ന ആ ഇമേജിന് പറയുന്ന പേരാണ് എന്ത്? ആ ഒബ്ജക്റ്റിന്റെ വ്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡെഫിനിഷൻ ഇനിയിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം ഇത് കൂടാതെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൂടെ പറയാം. വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, പിന്നെന്താണ് പ്രൊഫൈൽ പ്ലെയിൻ അല്ലെ. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു പ്ലെയിൻ സർഫസിൽ വെക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ
ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് പതിക്കുന്ന പ്ലെയിൻ ആണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്, അല്ലെ? പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഏതൊക്കെയാ? വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പ്രൊഫൈൽ പ്ലെയിൻ. ഇവിടെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആണുള്ളത്. ഒന്നിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലുള്ള 3 പ്ലെയിൻസ്. ഒന്ന് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും, രണ്ടാമത്തത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും, മൂന്നാമത്തെ പ്രൊഫൈൽ പ്ലെയിൻ അല്ലെങ്കിൽ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വേറെ പറയാം. ഈ 3 പ്ലെയിൻസ് ആണ്. നമ്മൾ ഈ the object is assumed to be situated in this plane. അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഡിഫറെന്റ് ആക്സിസിൽ നമ്മൾ ഇതിനെ വരച്ചാൽ ഈ ഭാഗം നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും ഇപ്പുറത്തെ ഭാഗം സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും ഇവിടെ തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും ആണ്, അല്ലെ? ഒരു ആക്സിസിൽ വരയ്ക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു പ്ലെയിൻ സർഫസിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ആക്സിസ് ഈ രീതിയിൽ വന്നാൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 4 ക്വാഡ്രന്റുകളാണെന്ന് നമുക്ക് പറയാം. 4 ക്വാഡ്രന്റുകൾ, അല്ലെ? ഈ 4 ക്വാഡ്രന്റുകളില് നമുക്ക് ഒരു ഒബ്ജക്റ്റിലെ ഏതൊക്കെ ക്വാഡ്രന്റിൽ നമുക്ക് അതിനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൊജക്ഷൻ അല്ലെ വ്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഭാഗത്ത് നമ്മൾ ഇതിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വിളിക്കും, ഇതിനെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് വിളിക്കും, ഇതിനെ തേർഡ് ക്വാഡ്രന്റ് എന്ന് വിളിക്കും, ഇതിനെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് വിളിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നിരുന്നാൽ എങ്ങനെയായിരിക്കും, തേർഡ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് വന്നിരുന്നാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇത് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിനെ ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി വരച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇതാണ്, പ്രൊഫൈൽ പ്ലെയിൻ ഇതാണ്. ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് ആദ്യം നോക്കുന്നത്, അല്ലെ? കഴിഞ്ഞ വർഷം പഠിച്ചതാണോ? പ്രൊഫൈൽ പ്ലെയിനിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ വിഷ്വൽ ബേസ് വന്ന് പതിക്കുന്നത്. അതായത് ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിന്റെ ഇമേജ് പതിക്കുന്നത് ഈ പ്ലെയിനിലാണ്, വെർട്ടിക്കൽ പ്ലെയിനിലാണ്, ഫ്രണ്ട് വ്യൂവിൽ, അല്ലെ? അതുപോലെ ടോപ്പ് വ്യൂവിൽ, ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിന്റെ ഇമേജ് പതിക്കുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഇനി സൈഡ് വ്യൂവിലോ അല്ലെങ്കിൽ എൻഡ് വ്യൂ എന്ന് പറയുന്നതോ പ്രൊഫൈൽ പ്ലെയിൻ അല്ലെങ്കിൽ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന 2 or അതിലധികമോ വ്യൂസ്, 2 or 3 വ്യൂസ് അല്ലെ 2 or more വ്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലും അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലും മാത്രമായി ഈ പ്രൊജക്ഷനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു? ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഒബ്സർവർ ഇവിടെ നിന്നുകൊണ്ട് നോക്കുന്നു, ഒബ്സർവർ ഒബ്ജക്റ്റ് ഇമേജ്, അല്ലെ? ഒബ്സർവർ ഒബ്ജക്റ്റ് ഇമേജ്. സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ വരും ഒബ്സർവർ ഇമേജ് ഒബ്ജക്റ്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് വന്നാൽ ഒബ്സർവർ ഇവിടെ നിന്നോട് നോക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മിററിൽ വീഴുന്നത് പോലെയാണ് ഇമേജ് വീഴുന്നത്. അതായത് ഒബ്ജക്റ്റിൽ നിന്നുണ്ടാകുന്ന ഷെയ്ഡ് അല്ലെ നിഴല് മിററിൽ വീഴുന്ന പോലെ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇരിക്കട്ടെ, അപ്പോൾ ഒബ്സർവർ ഇവിടെ തന്നെയാണ്. ഇവിടെ ആ കാണുന്ന പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഇതിന് ശേഷമാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറന്റ് പ്ലെയിൻ ആയിട്ട് നമുക്ക് സങ്കല്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്ന പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. തേർഡ് ക്വാഡ്രന്റിലാകുമ്പോഴോ തേർഡ് ക്വാഡ്രന്റിലും ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് ഇവിടെ നിന്നുകൊണ്ട് ഒബ്സർവർ നോക്കിയാൽ പ്ലെയിനും ഒബ്ജക്റ്റും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റ് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, അല്ലെ? ഫോർത്ത് ക്വാഡ്രന്റ് വന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് തമ്മിൽ ഫോർത്ത് ക്വാഡ്രന്റ് തമ്മിലും വ്യത്യാസമില്ല. അപ്പൊ ഇത് നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന 2 പ്രൊജക്ഷൻ മെത്തേഡ്സ് ആണ്. ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഒബ്ജക്ട് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ഒബ്ജക്ട് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. പഴയ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒബ്ജക്ട് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ മോസ്റ്റ് പ്രിഫറബിളി വേൾഡ് വൈഡ് ലോകം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത, ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ദ ഒബ്ജക്ട് ഈസ് സിറ്റുവേറ്റഡ് ഓർ ഒബ്ജക്ട് ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ? ദ front view obtained on vertical plane, top view obtained on horizontal plane,
ആൻഡ് സൈഡ് വ്യൂ. അതിപ്പോ ഇവിടെ നിന്നുണ്ടാകുമ്പോൾ ഈ പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും, അതന്നെ അവിടെ നിന്നുണ്ടാകുമ്പോൾ ഈ പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും. അതാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഒബ്റ്റൈൻഡ് ഓൺ VP, ടോപ്പ് വ്യൂ ഒബ്റ്റൈൻഡ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP, ഓർ എൻഡ് വ്യൂ ഒബ്റ്റൈൻഡ് ഓൺ VP. അത് എൻഡ് വ്യൂ എന്ന് പറയുന്നത് ഏതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും, നമ്മൾ ഏത് ഡയറക്ഷനിൽ നിന്നാണ് എൻഡ് വ്യൂ കാണുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവിടെ ഫ്രണ്ട് വ്യൂവിന്റെ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ കാണുന്നതെങ്കിൽ ഇത് എന്റെ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്ന് നോക്കിയാൽ മതി. ലെഫ്റ്റ് ഹാൻഡിന് നേരെയാണ് നമ്മൾ ഈ വ്യൂ കാണുന്നതെങ്കിൽ, സൈഡ് വ്യൂ എങ്കിൽ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് വ്യൂ അല്ലെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയും. ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് നോക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ അപ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ ഈ സൈഡിൽ വരും, അപ്പൊ അത് റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ സൈഡ് വ്യൂ, രണ്ട് സൈഡ് വ്യൂ നമുക്ക് കണക്കാക്കാം. അതിപ്പോ രണ്ട് സൈഡ് വ്യൂ ഒന്നിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, മെയിൻ ആയിട്ട് രണ്ട് വ്യൂസ് ആണ്. ഇത് കൂടാതെ ഏതെങ്കിലും ഒരു സൈഡ് വ്യൂ, അത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്ന ആ ഡയറക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിലെ ആ ഒബ്ജക്റ്റിന്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് അനുസരിച്ച് നമുക്ക് ഏത് സൈഡ് വ്യൂ വേണമെന്ന് അന്നേരം തീരുമാനിച്ചാൽ മതിയാകും. ഇനി ഓരോ ക്വാഡ്രന്റിലുള്ള വ്യൂസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു സിമ്പിൾ ഒബ്ജക്റ്റ് ആണ് ഇത് കാണുന്നത്. ഒരു സിമ്പിൾ ഒബ്ജക്റ്റിന്റെ ഡിഫറെന്റ് വ്യൂസ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നോക്കിയേ, ഇത് വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും പ്രൊഫൈൽ പ്ലെയിനിലുമായിട്ടിരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന പേര് റഫറൻസ് ലൈൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, അല്ലെങ്കിൽ XY ലൈൻ അല്ലെ റഫറൻസ് ലൈൻ. നമ്മൾ കഴിഞ്ഞ വർഷം ഇതെല്ലാം ഇഷ്ടംപോലെ വരച്ചതാണ്. ഈ XY ലൈൻ അല്ലെ റഫറൻസ് ലൈനിൽ ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ ഈ ഒബ്ജക്റ്റ് മൂന്ന് പ്ലെയിൻ സർഫസിൽ എങ്ങനെ പ്രൊജക്ട് ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. അതായത് ഈ കാണുന്ന A എന്ന് പറയുന്ന ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ സർഫസും B എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സർഫസും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇത് രണ്ടും കൂടെ ചേർന്ന്, അതായത് ഈ ലൈനും കൂടെ ഒരു ഒറ്റ ലൈനായിട്ടാണ് കാണുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ലൈനും കൂടി ചേർന്ന് വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് ഈ കാണുന്ന ഇത്രയും ഭാഗമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കാണാം, ഇത്രയും ഭാഗം A എന്ന് പറയുന്ന പ്ലെയിൻ കാണാം, പിന്നെ ഈ കാണുന്ന ഭാഗം കാണാം. ശരിയല്ലേ? ഇത് ഈ ലൈനും സെയിം ലൈനായിട്ട് തന്നെ അല്ലെ, ഒരു സിമിലർ പ്ലെയിനിലുള്ള ലൈനായിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ ആണ് ഇങ്ങനെ. A എന്ന് പറയുന്ന ഭാഗം ഉണ്ടോ, ഇതിന ഇവിടെ നമ്മൾ നോക്കുന്നു. അപ്പൊ അതിന്റെ ഇത്രയും ഭാഗം മാറിയിട്ടാണ് ഈ ലൈൻ കിടക്കുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരയ്ക്കും. ടോപ്പ് വ്യൂ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും അല്ലെ. ഇത് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഓരോ പ്ലെയിൻ സർഫസിനെ നമ്മൾ അങ്ങ് നിവർത്തുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പൊ ഈ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഈ പ്ലെയിനിനെ അതുപോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ പ്ലെയിനിനെ ഒപ്പം പ്രൊഫൈൽ പ്ലെയിനിനെ ഇതിങ്ങനെ മൂന്നിനെ കൂടെ നിവർത്തി കഴിഞ്ഞാൽ ഈ ഓരോ പ്ലെയിൻ സർഫസിലായിട്ട് ഈ വ്യൂ അല്ലെങ്കിൽ ഈ ഇമേജ് കിട്ടുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അപ്പൊ അടുത്തത് ടോപ്പ് വ്യൂവിൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കിയേ. ടോപ്പ് വ്യൂ എവിടെയാ വരുന്നത്? ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്, അതായത് ഇതിനെ നേരെ നമ്മൾ മുകളിൽ വച്ചു കഴിഞ്ഞാൽ അടുത്ത ഇതിന്റെ താഴെയാണ് വരുന്നത്. അപ്പൊ ഇത് നേരെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസ് മാറിയിട്ട് ഇതേപോലെ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഇതിന്റെ ഈ ലൈൻസ് വരുന്നത് അല്ലെ. അടുത്തത് ഇപ്പോഴത്തെ സൈഡ് വരച്ചു കഴിഞ്ഞാലോ ഈ പ്ലെയിൻ സർഫസിനെ നമ്മൾ അങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ സർഫസ് കിട്ടുന്നത്. ഇങ്ങനെ ആയിരിക്കും ഈ വ്യൂ കിട്ടുക. ഈ എന്ന് പറയുന്ന സൈഡായിരിക്കും ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് അല്ലെ. അപ്പൊ ഫ്രണ്ട് വ്യൂ വരച്ചു. നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി. ടോപ്പ് വ്യൂവിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എത്ര സർഫസ് കാണാം? C എന്ന് പറയുന്ന ഈ പ്ലെയിൻ സർഫസ് കാണാം, D എന്ന് പറയുന്ന പ്ലെയിൻ സർഫസ് കാണാം. അപ്പൊ നമുക്ക് ഇതിനെ നേരെ താഴേക്ക് മാറ്റിയിട്ടതാ ഈ ലൈൻ വരച്ചു. അപ്പൊ ഈ ലൈൻ കാണാം അല്ലെ. ഇതൊരു ഒറ്റ ലൈനായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് അല്ലെ. പിന്നെയോ മേളിൽ നിന്ന് നോക്കുമ്പോ ഈ ലൈനും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇങ്ങനെ വരച്ചു. അവിടെ നിന്ന് പിന്നെ ഉള്ളത് ഈ ലൈൻ. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം വരച്ച ഫ്രണ്ട് വ്യൂവിന് Aയും Bയും രണ്ട് പ്ലെയിൻ സർഫസ് ആണ് കാണുന്നത്. ഞാൻ അതിന് അവിടെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് Cയും പിന്നെ ഈ കാണുന്ന Dയും ആണ് ടോപ്പ് വ്യൂവിൽ നിന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത്. ഇനി സൈഡ് വ്യൂ നമുക്ക് നോക്കാം. സൈഡ് വ്യൂ ഞാനിപ്പോ അപ്പുറത്തെ സൈഡ് വരയ്ക്കേണ്ടതാണ് യഥാർത്ഥത്തില്. അവിടെ ഇപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി വരയ്ക്കാം. ഇപ്പൊ ഈ എൻഡ് വ്യൂവിൽ നിന്നോട്ട് നോക്കിയപ്പോൾ നമുക്ക് കാണുന്നത് ഈ എന്ന് പറയുന്ന പ്ലെയിൻ സർഫസ് ആണ് കണ്ടിട്ട്. അപ്പൊ നമ്മൾ അതിനെ അങ്ങോട്ട് വരയ്ക്കും. ഈ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിലും, റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലും, ടോപ്പ് വ്യൂ
ഫ്രണ്ട് വ്യൂവിന്റെ താഴെയുമായിരിക്കും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നേരെ തിരിച്ചു വരും. ഫ്രണ്ട് വ്യൂവിന്റെ നേരെ മുകളിലായിരിക്കും ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റിൽ തന്നെ ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റിൽ തന്നെ ആയിരിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നതും ഇനിയുള്ള ഹയർ സ്റ്റഡീസിന് ഹയർ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ പോകുന്നതും ഒക്കെ തന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൽ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെയും തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെയും സിമ്പിൾസ്, അതുപോലെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും എന്താണ്, ഇതിന്റെ ഡെഫിനിഷൻ, ഇതൊക്കെ നമ്മൾ ഈ വർഷം അറിഞ്ഞിരിക്കണം. അപ്പൊ അതിലേക്ക് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പോകാം. ഓക്കെ. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 3-4 ഡെഫിനിഷനുകളിലേക്കും കൂടെ നമുക്ക് വരാം. ഒന്ന്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. 2, മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. ദെൻ പിക്ടോറിയൽ പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇതിൽ എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് നോക്കാം. അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കാൻ പോവുകയാണ്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ പ്രൊജക്ടേഴ്സ് ആണ് നമ്മൾ ഈ പുറകിലേക്ക് അല്ലെങ്കിൽ താഴേക്കും ഒക്കെ വരച്ചിരിക്കുന്ന പ്രൊജക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ വിഷ്വൽ റേസ് ആണെന്ന് പറയാം അല്ലെ. when the projectors are parallel to each other, ഈ എല്ലാ പ്രൊജക്ടേഴ്സും പാരലൽ ആണ്. ആ പ്ലെയിൻ സർഫസ് ആയിട്ട് നോക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ when the projectors of an object is parallel to each other and perpendicular to the plane of projection, the image obtained is called orthographic view, and the projection and that type of projection is called orthographic projection. And when the object or when the projectors are parallel to each other and perpendicular to the plane of projection, this is perpendicular ആണ്, plane of projection perpendicular ആണ്. ഈ VP-ക്കും HP-ക്കും അല്ലെങ്കിൽ principal planes ന് perpendicular ആണ്. Perpendicular to the plane of projection, the view obtained is called orthographic view. ഇവിടെ കിട്ടുന്ന വ്യൂവിനെ, ഇവിടെ കിട്ടുന്ന വ്യൂവിനെ, ഇവിടെ കിട്ടുന്ന വ്യൂവിനെ, അതായത് ഈ വ്യൂസിന് പറയുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് വ്യൂ. ഓർത്തോഗ്രാഫിക് വ്യൂ ആ വ്യൂവിന് പറയുന്ന പേരാണ്. ആൻഡ് ദ പ്രൊജക്ഷൻ ഈസ് കോൾഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അങ്ങനെ നോക്കുമ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2. 1, മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. 2, ഐസോമെട്രിക് പ്രൊജക്ഷൻ. എന്താണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്റെ എക്സാക്ട് ഷേപ്പ് നമുക്ക് ഇതാണെന്ന് ഇപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിൽ ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് അറിയുന്നത്. അതിന് പകരം ഈ ഒബ്ജക്റ്റിനെ നമുക്ക് അറിയില്ല. നമ്മള് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു എഞ്ചിന്റെ ഒക്കെ നിർമ്മാണത്തിലൊക്കെയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു വാഹന നിർമ്മാണം, അല്ലെങ്കിൽ മെഷീന്റെ ഒക്കെ നിർമ്മാണം, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് എന്ന് നമുക്ക് പറയാം. ഒരു കമ്പോണന്റിന്റെ ഒക്കെ നിർമ്മാണത്തിന് ആദ്യമായിട്ട് ചെയ്യാനായിട്ട് ഒരു ഡ്രോയിങ് കിട്ടുമ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് യാതൊരു ധാരണയില്ല. നമുക്ക് ഈ വ്യൂസ് മാത്രമായിരിക്കും തന്നിരിക്കുന്നത്. അപ്പം 2 അതിലധികമോ വ്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ യഥാർത്ഥ ഷേപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് മൾട്ടി വ്യൂ. മൾട്ടി എന്ന വാക്കിന്റെ അർത്ഥം മോർ ദാൻ 2 എന്നാണ് അല്ലെ, 2 അതിലധികമോ എന്നാണ്. അപ്പം വാട്ട് ഈസ് മീൻ ബൈ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ഈസ് ആൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെ, ഇൻ വിച്ച് the exact shape of an object is represented in 2 or more separate views of an object in the picture plane or principal plane. Multi-view projection is an orthographic projection which gives the exact shape of an object in 2 or more separate views in the picture plane അല്ലെങ്കിൽ principal plane അല്ലെ. പ്രിൻസിപ്പൽ പ്ലെയിനിൽ 2 അതിലധികമോ 2 വ്യൂസ് ഉപയോഗിച്ചിട്ട്, സാധാരണ ഇതിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ ഈ 2 അതിലധികമോ വ്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ യഥാർത്ഥ ഷേപ്പ്, എക്സാക്ട് ഷേപ്പ് റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മൾട്ടി-വ്യൂ പ്രൊജക്ഷൻ. ദ വ്യൂ ഒബ്റ്റൈൻഡ് ഓൺ VP is called front view. The view obtained on HP is called top view, and the other view, end view obtained is called on that plane is called profile plane. സൈഡ് വ്യൂ എന്നാണ് വേറെ പേരിൽ പറയുന്നത്. ഓക്കെ,
ഐസോമെട്രിക് വ്യൂ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ പഠിച്ചതാണ്. അതായത് ഈ ഒബ്ജക്റ്റിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പിന് പറയുന്ന പേരാണ്, അല്ല പിക്ചോറിയൽ റെപ്രസെന്റേഷൻ പറയുന്ന പേരാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. നമുക്കിവിടെ മൾട്ടി വ്യൂ പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറ്റി കൂടുതൽ വിശദമായിട്ട് നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും സിംബലുകളിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിംബലും തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ സിംബലും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, രണ്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇനി മൾട്ടി വ്യൂ പ്രൊജക്ഷനെ വീണ്ടും നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2. വൺ ഈസ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് നമ്പർ 2 ഈസ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. എന്തായിരിക്കും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ? In the first angle projection, the object is assumed to be situated in the first quadrant. അതേയുള്ള അതിന്റെ പ്രത്യേകത. ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. The view obtained on HP, അതായത് നമ്മൾ അങ്ങനെ വരയ്ക്കുമ്പോൾ XY ലൈനെ നേരെ ഈ കാണുന്ന XY ലൈനിന്റെ നേരെ താഴേക്ക് HP യെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടും സങ്കല്പിക്കണം. അപ്പോൾ HP is below XY line and VP is above XY line. അല്ലെ, SP is below and VP is above XY line. And the view obtained on VP is called front view. The view obtained on HP is called top view. അപ്പൊ എങ്ങനെയായിരിക്കും? XY ലൈനിന്റെ താഴെയായിരിക്കും ടോപ്പ് വ്യൂ വരിക, XY ലൈനിന്റെ മുകളിലായിരിക്കും ഫ്രണ്ട് വ്യൂ വരിക. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴോ, ഇൻ ദ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ the object is assumed to be situated in the third quadrant. തേർഡ് ക്വാർട്ടറിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അവിടെ എന്തായിരിക്കും പ്രത്യേകത? HP is rotated in the clockwise direction. HP നമ്മളിങ്ങനെ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തിരിച്ചാൽ എന്ത് സംഭവം കിട്ടും? HP is above XY line. HP ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ പഠിച്ചിട്ടില്ല, മുമ്പേ കാണിച്ചതാണ്. അവിടെ HP യെ നമ്മൾ നേരെ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ ഇതാണ് HP, ഇത് VP അല്ലെ. ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോഴാണ് XY ലൈനിന്റെ മുകളിൽ HP വരും, XY ലൈനിന്റെ താഴെ VP വരും. അപ്പോ ടോപ്പ് വ്യൂ എബോവ് XY ലൈൻ ആൻഡ് ഫ്രണ്ട് വ്യൂ ബിലോ XY ലൈൻ അല്ലെ. ഇതായിരിക്കും പ്രധാനമായിട്ടും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അതായത് ഈ HP എന്ന് പറയുന്നതിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് HP യുടെ നേരെ താഴേക്കാണ് ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ XY ലൈനിന്റെ താഴെ വരും, ഫ്രണ്ട് വ്യൂ XY ലൈനിന്റെ മുകളിൽ വരും. ഇവിടെ ഇത് നേരെ തിരിച്ചാണ്. ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ അറിയാം. എന്നിട്ട് HP യെ നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിയുമ്പോൾ XY ലൈനിന്റെ മുകളിലായിരിക്കും ടോപ്പ് വ്യൂ വരിക, XY ലൈനിന്റെ താഴെയായിരിക്കും ഫ്രണ്ട് വ്യൂ വരിക. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നിങ്ങൾ ഈ നോട്ട് ഞാൻ തരുന്നതോടൊപ്പം ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെയും തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെയും സിമ്പല് കൂടി ബുക്കിനകത്തിൽ വരച്ചിടുക. അത് ഞാൻ അടുത്ത ദിവസം ആരൊക്കെ ബുക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയും. എല്ലാവരുടെയും ബുക്കിനകത്തിൽ ഞാൻ തരുന്ന നോട്ട്സ് മുഴുവൻ ഉണ്ടാവണം. പറയുന്ന ദിവസങ്ങളിൽ അതാത് നമ്പറിലുള്ള റോൾ നമ്പറിലുള്ള ആൾക്കാർ ബുക്കിന്റെ കോപ്പി ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തരണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കൊണ്ട് നിർത്താം. താങ്ക് യു.